നമ്മളിന്ന് കാണാൻ പോകുന്നത് കിടങ്ങൂരുള്ള കാവാലിപ്പുഴ മിനി ബീച്ചാണ്. എല്ലാവരും വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു മുഖവരയുടെ ആവശ്യമില്ല. കിടങ്ങൂർ അമ്പലത്തിൻ്റെ സൈഡിലുള്ള വഴി കൂടെ നമുക്ക് കാവാലിപ്പുഴ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. വളരെ ഏറെ പ്രാധാന്യത്തോടെ എല്ലാവരും കാണുന്ന ഒരു ബീച്ച് സമാനമായ ഒരു കടവാണ് ഇനിച്ചില്ലാറിൻ്റെ തീരത്തുള്ള കാവാലിപ്പുഴ. ഇങ്ങോട്ടുള്ള റോഡ് സൗകര്യം ഇച്ചിരിയും കൂടി വൃത്തിയാക്കേണ്ടത്. പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്. അത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് പഞ്ചായത്തൊക്കെ ഇടപെട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെട്ട് ഇതൊക്കെ കോൺക്രീറ്റൊക്കെ ചെയ്ത് റെഡിയാക്കിയാൽ സഞ്ചാരികൾക്ക് നല്ല എളുപ്പത്തിലും നല്ല വൃത്തിയായിട്ട് അവിടെ എത്തിച്ചേരാൻ സാധിക്കും. നമ്മൾ ഏകദേശം മിനി ബീച്ചിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മീനച്ചില്ലാറിൻ്റെ ഈരമാണ് ഇപ്പോൾ മിനി ബീച്ച് പോലെ ആയിരിക്കുന്നത്. 2018 പ്രളയം സമ്മാനിച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ ബീച്ച് മാറിയിരിക്കുകയാണ്. നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ വശങ്ങളിൽ അത്യാവശ്യം കാറും ബൈക്കും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. 10 രൂപ നമ്മളവിടെ ഫീസ് നൽകേണ്ടതാണ്. ഞങ്ങൾ ചെന്നപ്പം കുറച്ച് ബൈക്കുകളും 1-2 കാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ട്. അത്യാവശ്യം കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളും ഐസ്ക്രീമും ഒക്കെ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഞായറാഴ്ചകളിലൊക്കെയാണ് ഇവിടെ തിരക്ക്. ഈ വെള്ളം മഴ പെയ്തിട്ട് വെള്ളം കറക്റ്റായതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ നല്ല തണലുള്ളതും തണുപ്പുള്ളതുമായ ഒരു പ്രദേശമാണ് കാവാലിപ്പുഴ. 2018 പ്രളയം സമ്മാനിച്ച ഒരു മൺകൂനകളാണ് ഇവിടെ ഒരു ബീച്ചിന് സമാനമായിട്ടിരിക്കുന്നത്. നിരവധി വീഡിയോകളിലൂടെ പല ആൾക്കാർ അറിഞ്ഞ ഒരു പ്രദേശമാണ് അവർക്ക്. നമ്മളും മുന്നേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സീസണൽ ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യത്തെ സീസൺ തുടങ്ങുമ്പോൾ ഒന്ന് പോയതാണ്. മഴയുടെ ഒരു ചെറിയ അവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം ഇച്ചിരി കലങ്ങിയാണ്. ഇവിടെയൊക്കെ നല്ല പച്ചപ്പ്, നല്ല തണലും നല്ല കാറ്റുമാണ്. ഇരിക്കാനും ഊഞ്ഞാലാടാനും ഒക്കെ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അവധി ദിവസങ്ങളിൽ ആൾക്കാർ കൂടുതലായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. ഒരു വള്ളം ഉള്ള ഒരു കടത്താണിത്. ഒരു വള്ളം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ചെന്നപ്പോൾ വള്ളം കണ്ടില്ല. അതുകൊണ്ട് വള്ളത്തിൽ സഞ്ചരിക്കാൻ പറ്റിയില്ല. മഴ പെയ്തതുകൊണ്ട് വെള്ളമൊക്കെ ഒന്ന് കലങ്ങി കിടക്കുകയാണ്. ഒരു ഊഞ്ഞാലുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഊഞ്ഞാലിൽ ഇരുന്ന് ആടിയപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു, എല്ലാത്തിനും ഒരു ഭയങ്കര തണുപ്പാണ്. കാറ്റുകൊണ്ടിരിക്കാൻ പറ്റും. എന്തായാലും നമുക്കൊരു സീസണൽ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളർന്നു വരുന്നൊരു പ്രദേശമാണ്. സൗകര്യങ്ങൾ കുറച്ചും കൂടെയൊക്കെ വൃത്തിയാക്കി ഉൾപ്പെടുത്തി നമുക്കിതിനെ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പറ്റും. കോട്ടയത്തിൻ്റെ പല പ്രദേശങ്ങളിൽ ഇതുപോലെ ഭംഗിയുള്ള കുറേ പ്രദേശങ്ങളുണ്ട്. എന്തുകൊണ്ടോ അതൊന്നും പുറം ലോകം അറിയുന്നില്ല. ഇത് അങ്ങനെ ചിലരുടെയൊക്കെ കഷ്ടപ്പാട് കൊണ്ട് ലോകം അറിഞ്ഞ, കേരളം അറിഞ്ഞ ഒരു പ്രദേശമാണ്. നമ്മുടെ കിടങ്ങൂരെ ഫോട്ടോഗ്രാഫർ ശ്രീ രമേശ് കിടങ്ങൂരിനൊക്കെ ഇതിനകത്ത് പെട്ട കഷ്ടപ്പാട്, പുള്ളിയുടെയൊക്കെ ഒരു പ്രയത്നം എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ടൊക്കെയാണ് ഇത്രയും ആൾക്കാർ ഇവിടെ കണ്ട് കേട്ടറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് പോകാനുള്ള വഴികൾ, റോഡ് സൗകര്യം കുറച്ചും കൂടെ വൃത്തിയായാൽ കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാനൊക്കെ പറ്റും.